Hello everyone, welcome back to my channel. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാംഗ്ലൂരിയൻ റെസിപ്പിയാണ് കട്ട്ല മണോലി. ഇത് കടലയും കോവക്കയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ഈ കട്ട്ല മണോലി എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. ഒരു പ്രഷർ കുക്കർ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത കടല ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് വെള്ളവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 300 ഗ്രാം കോവക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നേർങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇത് തുറന്നു നോക്കാം. കടല വെന്തിട്ടുണ്ടോ നോക്കാം. ഇതിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു വിസിൽ വേവിച്ചെടുക്കാം. ഇതൊക്കെ വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കൊരു മസാല റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചില്ലി റോസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റാം. സെയിം പാനിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലി, 1/4 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. റോസ്റ്റ് ചെയ്ത മസാല തണിഞ്ഞതിന് ശേഷം നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. സെയിം പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1/2 കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങയുടെ കളറൊന്നും മാറണ്ട, ഒന്ന് ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. വേറൊരു പാൻ വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കോവയ്ക്കും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനി ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗ്ലൂർ കട്ട്ല മണോലി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളിയായിട്ട് റെസിപ്പി ആയിട്ടും കാണാം. അതുവരേക്കും ബൈ.